daily use body considers it as an adaptation technique. ഇപ്പൊ നമ്മുടെ ഡെയിലി യൂസിൽ നമ്മൾ അതിന് അങ്ങനത്തെ ഒരു ചലഞ്ച് നാച്ചുറലി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇടുക്കിയിലോ അങ്ങോട്ട് ആ റീജിയനിലുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ they have a cardiovascular challenge and they gain that health. പിന്നെ അവർ അതിനേക്കാൾ മുകളിലുള്ള റീജിയനിലേക്ക് പോയാലാണ് അവർക്ക് അതൊരു ട്രെയിനിങ് ആയിട്ട് ഒരു ചലഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. അതർവൈസ് they have already developed that strength. ഓക്കെ, പിന്നെ അവർ സെയിം ടെറൈനിൽ കൂടി നടക്കുമ്പോൾ അവർക്ക് അത്രയും ട്രെയിനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അയാൾക്ക് അതിനേക്കാൾ ഉയരത്തിൽ കൊണ്ടുപോയി വീട് വെക്കണം. then he has to get trained for that sufficient height. റൈറ്റ്, അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു 14 days എന്ന് പറയാം ബോഡിക്ക് ഒരു അഡാപ്റ്റേഷൻ ടൈം. ഇതിലത്തെ ഏത് കമ്പോണന്റിന്റെ ഇംപ്രൂവ്മെന്റിനും, ഇപ്പൊ മസ്കുലർ സ്ട്രെങ്ത് ആണെങ്കിലും എൻഡ്യൂറൻസ് ആണെങ്കിലും കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ആണെങ്കിലും നമുക്ക് എപ്പോഴും ചേഞ്ച് കാണുന്നത് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ഗോസ് അപ്പ് എവറി 14 days. നമുക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. വി കുഡ് ലിഫ്റ്റ് മോർ ഹെവിയർ ലോഡ്സ്. ഓക്കെ, in 2 weeks time we could run more faster for more long duration in 2 weeks time. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കും. നമ്മൾ 10K ഓടുമ്പോൾ ടയർഡ് ആയത് നമ്മൾ we could go to 14K in 2 weeks time, or 12K, 14K. ഓക്കെ, അപ്പൊ ആ ഇംപ്രൂവ്മെന്റ് വരുന്നത് ഒരു ഹോമോസ്റ്റാറ്റിക് ലെവൽ എന്ന് പറയും. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ശരി, ഇത്രയും കാര്യങ്ങളത് ഇംപ്രൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ഓഫ് ടൈം ആണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 2 weeks ടൈമിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാവുന്നത്. അപ്പൊ നമ്മൾ വളരെ ലോ ആക്ടിവിറ്റി ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിക്കും. സോ വി സ്പെൻഡ് മോർ കാലറീസ് പെർ ആക്ടിവിറ്റി ബിക്കോസ് നമ്മളുടെ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും എല്ലാം വളരെ ലോ ആയതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാലറീസ് വിൽ ബി ടു മച്ച്. ബട്ട് വെൻ യു ബിക്കം എഫിഷ്യന്റ്, വെൻ യുവർ മസിൽസ് ബിക്കം എഫിഷ്യന്റ് ഫോർ ദ സെയിം ആക്ടിവിറ്റി യു സ്പെൻഡ് ലെസ് കാലറീസ്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? യു ഹാവ് ടു റേസ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. If you are lifting weights, you need to lift more weights. If you are jumping, you need to raise the height. Okay, if you are running, you need to keep the treadmill anagil, you need to put it in incline and run faster. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനെയാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ ദ പാർട്ട്. ഇതില്ലാതെ നമ്മൾക്ക് ചിലർ പറയും എൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാൻ പോകുന്നത് യൂസ് ദ സെയിം ടെറൈൻ, സെയിം സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഒരു റൗണ്ട് പോയിട്ട് സ്റ്റേഡിയത്തിൽ ചുറ്റും നടക്കാൻ പോകുന്നവരുണ്ട്. There is no way they can improve. സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടിയല്ലോ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ്, യു കനോട്ട് സ്പ്രിന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ടിവിറ്റി ലെവലിൽ കൂട്ടും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത്